ஹாய் வணக்கம். வெல்கம் பேக் டு நம்ம ரியாக்ட். இன்னைக்கு என்ன வீடியோ பார்க்கறோம்னா நம்ம தொடரும் படத்தை இடையில விட்டுட்டு போயிட்டேன். நிறைய நாள் ஆச்சு, நிறைய பேர் அதை எதிர்பார்த்து கொண்டிருப்பீங்க. அது இந்த பகுதியை மிச்சத்தை பார்ப்போம். அதாவது அந்த லாலேட்டனா அந்த கார்ல இடத்துக்கு போகாம கூட்டிக்கிட்டு போற இடங்களை ஜோச்சரும் மற்றது போலீஸர் மற்றொருத்தர் இனிய நடக்க போதே இதுக்கு பிறகுதான் ட்விஸ்ட் அண்ட் டர்ன் இருக்கும். என்ன இருக்குன்னு தெரியல, வாங்க போய் பார்க்கலாம். ரொம்ப பேசாம வீடியோ போய் பார்க்கலாம். നിനക്കെങ്ങനെയാണ് ഈ പെൻസ് എന്നുള്ള അവരാധിക ചെവിയിലാണ്? സാർ അതിന്റെ ഈ വണ്ടിപ്പിരാന്ത് കാരണം ആൾക്കാർ വിളിക്കുന്നത്. SSLC ബുക്കിൽ എന്റെ പേര് ഷൺമുഖ എന്നാണ്. നീ ഇളയവരെ സാറേ, ഇതൊക്കെയല്ലേ നമുക്ക് ജീവിക്കാനൊരു പ്രതീക്ഷ വേണ്ട. സാറിന്റെ ഫാമിലിയൊക്കെ? എന്റെ പെമ്പറന്നോത്തി മരിച്ചിട്ട് 5 വർഷമായി. ഒരു മോളാ മേരി. എനിക്ക് 2 പേര്, ഒരു മോനും ഒരു എടാ പെണ്ണി, നീ ഉറങ്ങിയോടാ? കഴിവറി വീരണി. ഒന്നുമില്ലെങ്കിലും നമ്മള് നല്ല കാര്യത്തിന് ഇറങ്ങിയല്ലേടാ. വേണോ മനസ്സേ? ഇല്ല സാർ, എനിക്കറിയാം. ഇനി നിനക്കറിയാലോ. ശാന്തമീ രാത്രി വാദ്യഘോഷാദികൾ ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവൻ ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവൻ കൊണ്ടുവൻ பண்ணி അതിന്റെ പാൽക്കിണ്ണം വീഴുന്നതാല് തീരാതിരക്കൈയിൽ താഴാടും സ്വപ്നങ്ങൾ ആകാശ കൂടാര കീഴിനിലാവിന്റെ പാൽക്കിണ്ണം വീഴുന്നതാല് തീരാതിരക്കൈയിൽ താഴാടും സ്വപ്നങ്ങൾ. ഭയങ്കര സ്റ്റെപ്പൊക്കെ ആയിരുന്നു നടക്കുന്നത്. ചുമ്മാ കളിച്ച് എന്നാ മമ്മൂട്ടിയുടെ സ്റ്റെപ്പ് തന്നെ. ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവൻ அந்த இந்த தமிழ் பாட்டு இல்ல ஹீரோ நடிக்கிறாரு. ചവിട്ടുന്നത് ഇത് അമ്പലമൊന്നല്ലോ. എന്താ ഇത് അമ്പലമൊന്നല്ല, കാറല്ലേ. എന്താ നീ എന്താ വള്ളി പിടിക്കാണോ? ചേട്ടൻ വള്ളി പിടിക്കണേ ഞാനും പിടിക്കും. ചേട്ടൻ പിടിക്കണേ ഞാനും പിടിക്കുന്നു. എന്നാ ഞാൻ പിടിക്കുന്നില്ല. എന്തായാലും പിടിക്കുന്നില്ല. ഇയാള് പോ. ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവൻ കൊണ്ടുവൻ
ഇതുണ്ട്. ആ, ഇത്ര ക്ഷീണമായിപ്പോയി. എന്റെ താക്കോല് താക്കോലൊക്കെ തരുവാ. മോനെ ദിനേശാ, പോണ്ടേ? അതെ ദിനേശാ, നടക്കും. ഇയാള് വേറെ level കുതിരയാണ്. ചൊറിയുന്നു. എനിക്കും അങ്ങനെ അവിടെ ഇല്ലായിരുന്നു. മോനെ ദിനേശാ. പോവാ. താക്കോല് പാലിക്കല്ല. പിന്നെ എടാ നമ്മുടെ സുധീഷിന്റെ കസിന്റെ ഒരു തോട്ടമുണ്ട്. നമുക്ക് അവിടെ വരെ ഒന്ന് പോവാം. അവിടെ കുറച്ച് പരിപാടിയുണ്ട്. എന്താണ് ആ സ്ഥലത്തിന്റെ പേര്? പാഞ്ചാലിമയുടെ അടുത്ത് പുരക്ക. സാറേ ഇത് ഒരുപാട് ദൂരെ. ഇവിടുത്തെ എരുമേലിന്ന് അടുത്ത. അടുത്താണ്. സാറേ എനിക്ക് നാളെ പിള്ളേരുമായിട്ട് ഓട്ടം ഉള്ള. ഇത് ഒരു ഓട്ടം അല്ലടാ. നമ്മള് രാവിലെ തിരിച്ചിങ് വരും ഇല്ലേ? ആ പോടാ പോ. മോൻ കിട്ടും ചെല്ലും. പോലീസുകാരോട് വാട്ടെടുത്തൊന്നും പറഞ്ഞേക്കല്ലേ. അടുത്ത ആഴ്ച റിട്ടയർമെന്റാ. പിള്ളേരെ ഏറി കേട്ടു. അവനാരടുത്തും പറയില്ല സാർ. അതിന് നിന്റെ അല്ലേ റിട്ടയർമെന്റ്? എന്റെ അല്ലേ? പെണ്ണിന്റെ അച്ഛന്റെ കല്യാണത്തിന്റെ ടെൻഷൻ ആയിരിക്കും അല്ലേ? ആണെങ്കിൽ ഓടിവാ എന്നാ ചാടിവാ പൊണ്ണേ അടിച്ചിങ്ങ് കേറി വാ സുധീഷേ. കേറിക്കാൻ വാറ്റടിക്കണ്ടാ നമുക്ക്. അതെ, സാധനം വേണമെങ്കിൽ ഡിക്കി വെക്കാം. ഞങ്ങൾ ഇടുക്കി പോയിരുന്നു കള്ളു കുടിക്കും. എടാ കാട്ടവരാതെ ഡിക്കില அவர் பின்னால் திடீர் ஐயா கொப்பை நடிக்க போகுது. എങ്ങനെയാണ് ഈ പാട്ട് കേൾക്കുമ്പോഴേ ജീവിക്കാനൊക്കെ തോന്നുന്നു. സാർ ഞങ്ങൾക്കൊരു മാസ്റ്റർ ഉണ്ടായിരുന്നു, സംഘട്ടനം പഴനിസ്വാമി. അദ്ദേഹം പറയായിരുന്നു നല്ലൊരു ഫൈറ്റ് എടുക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ ഒരു പാട്ട് കേട്ടാ അതൊരു പ്രതീക്ഷയാണ്. ഞാനൊരു പത്തനംതിട്ടക്കാരനാണ് സാർ. എന്റെ അച്ഛൻ കമ്പത്ത് നിന്നാണ്, അമ്മ പത്തനംതിട്ട എന്നാണ്. അവരൊക്കെ പോയതിനു ശേഷം ഞാൻ ഈ സിനിമാ പ്രാന്ത മൂത്ത് മദ്രാസിൽ പോയി. അവിടെ ഈ പഴനി മാസ്റ്ററുടെ കൂടെ ഞാനൊരു ഫൈറ്റർ ആയിട്ട് കൂടെ കൂടി. ഞാൻ 50-60 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് സാർ. ഈ വണ്ടിയൊക്കെ ഉരുട്ടി കിടക്കുന്നത് സാർ, അത് ഞങ്ങളൊരു തമിഴ് സിനിമയുടെ ആക്ഷൻ ചെയ്യുന്ന സമയത്ത് ഒരു വലിയ ആക്സിഡന്റ് ആണ്. അപ്പൊ അതില് എന്റെ കൂടെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ സഹോദരൻ അൻപ് എന്നെ രക്ഷിക്കാനുള്ള ശ്രമത്തിൽ അവൻ മരിച്ചു. അത് പിന്നെ വലിയ കേസായി, യൂണിയനിലൊക്കെ അറിഞ്ഞു. മാസ്റ്ററിന് വർക്ക് ചെയ്യാൻ പറ്റാതായി, ഞങ്ങളെയൊക്കെ പിടിച്ചു വിട്ടു. പിന്നെ ഞാനിങ്ങ് വന്നു. അപ്പൊ ആ മാസ്റ്റർ എന്ന വണ്ടിയാണ് സാർ ഇത്. അപ്പൊ ഇത് ഒരുപാട് ഓർമ്മകളുള്ള ഒരു വണ്ടിയാണ് എനിക്കിത്. ഒരു ദുരന്ത കഥയാണ് അല്ലേടാ. പോട്ട് കണ്ടോളൻസ് സാറേ വീരടാ. ചെറുതൊന്നും നോക്കിയടാ. ഒരുത്തനൊരു ദുരന്തം പറയുമ്പോഴാണ് എന്ത് ദുരന്താണാ നീ? എടാ നിന്റെ വണ്ടി എപ്പോഴും ഇങ്ങനെ ചൂടൊക്കെ ആവോ? ഈ കിണ്ടിയുടെ ചൂടൊക്കെ ആക്കണ്ടേ? ഇനി എന്റെ വണ്ടി ചൂടായാലേ നീ മോണയുടെ ചോദിച്ചാൽ മതി. ഓട്ടോമൊബൈൽ എഞ്ചിനീയറാ. സ്റ്റാർട്ടാകുന്നതിന് പോലീസിലായിപ്പോയി. தம்பி கமெண்ட் பண்ண പോണ്ടേ? സാറേ ഇവിടെ നമ്മുടെ ഞാനാ വണ്ടി സാറേ അറിയിക്കാം. എന്റെ വണ്ടി വേറെ ആരും അങ്ങനെ ഓടിക്കാം. തന്റെ കൂടെ ഉള്ളവര് തന്നെയല്ലേ ഇതിന്റെ അന്ന് കഞ്ചാവ് നടത്തിയത്. സാറേ വെറുതെ ബെന്നി സാർ വീണ്ടും ഓരോന്ന് പറഞ്ഞു. എന്തുവാണ് പെണ്ണി കഴിവ്? നിനക്ക് എന്തിനാ കഴപ്പാണ് സാറേ. അത് ഈ വണ്ടി ഓടിച്ചാലേ കഴപ്പ് മാറത്തുള്ളൂ. നിനക്കൊരു റൗണ്ട് പോയി വന്നാൽ നിന്റെ കിഴപ്പ് മാറൂലേ? മാറും. സുധീഷേ നീ കൊടുത്തില്ല സാറേ செய்ய போறா സാറേ
ഇതെന്താണ് പരിപാടി? തലയിലോലെ ഉത്സവം കാണും സാർ. ജോർജ് സാറേ, ഓ ജോർജ് സാറേ ഒന്ന് പറഞ്ഞേ. ഏച്ചേ, നീ വണ്ടി എടുക്കണം. ആ നമുക്കിനി ചോദിച്ചു വാ. സാറേ സാർ നല്ല ആക്ടിങ്. ഓക്കെ അല്ലേ? സാറേ താങ്ക്സ്. ஆட்டுப்பால் யானைலாம் வராங்க, மலையில போறாங்க. ஓ, என்ன நீ ഈ കല്ലിപ്പ് കുറവുണ്ടോ? മൊത്തത്തിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ചെറുതൊരെണ്ണി കാണപ്പ അങ്ങനെ മാറും. ഞാൻ വണ്ടി ഓടിക്കുമ്പോ കഴിക്കാറില്ല. പിന്നെ എന്റെ വണ്ടിക്കകത്ത് അങ്ങനെ ആരും കഴിക്കാറില്ല. എന്നാ ഇനി അങ്ങോട്ട് തൊഴിലു. എടാ സുധീഷേ, ഈ ഇടത്തോട്ട് പോകുന്ന വഴി ലെഫ്റ്റിലേക്കല്ലേ? ഈ വഴിക്ക് പോയാ നമുക്ക് ആ ഉത്സവം കാണാൻ പറ്റൂടാ? എനിക്കറിയില്ല സാറേ. എടാ എന്താ നീ ഈ വഴിക്ക് കയറ്റി ആദ്യം നമുക്ക് ഉത്സവം കാണാം, എന്നിട്ട് മാറ്റിരിക്കും. സാറേ ഈ വഴി റിസ്കാ, വണ്ടി പോകത്തില്ല. വണ്ടിയൊക്കെ പോകും. എടാ നമ്മുടെ സുധീഷിന് അറിയാവുന്ന കാടാടാ ഇത്, അല്ലേ? നീ വണ്ടി എടുക്കും മനസ്സേ. സാറേ സാറേ വണ്ടി വേണോ? നീ വണ്ടി എടുക്കും മനസ്സേ. നീ എടുക്കണേ, ഇതൊക്കെ ഒരു മേക്ക് ബിലീഫ് അല്ലേ മോനെ? எல்லாரும் അമ്മ കളിക്കാണ്ട് ചവിടി വീട് ഡ്രൈവറേ. സാറേ ചവിട്ടി ഇവിടെ ഇത് ജീപ്പൊന്നും അല്ലല്ലോ, അംബാസഡർ കാറല്ലേ? നന്നായിട്ട് ചേർത്തൊരടിച്ചെടുത്തു. സുധീഷേ, ഇവിടുന്ന് 2 കിലോമീറ്റർ കാണൂലടാ അത്. അറിയില്ല. പിന്നെ എന്തിനാണ് മൈത്രേന്റെ മീശം വെച്ചിട്ട്? സാറേ ഈ പാതിരാത്രിക്ക് ഇതിനകത്ത് വന്നിരുന്ന് എന്നെ കുടിക്കണോ സാറേ? കുടിക്കണോ പിടിക്കണോ ഒക്കെ ഞങ്ങള് തീരുമാനിച്ചോ. നീ വണ്ടി എടുക്കോപ്പേ. ചെറ്റ വർത്താനം പറയാം. എടാ ഇന്നോവയൊക്കെ കേറി പോകുന്ന വഴിയായത്, നമ്മളിത് എത്ര പോയതാണ്. സുധീഷേ, നീ ആ കസിനൊന്ന് വിളിച്ചു, ആ ഉത്സവം നമ്മുടെ തോന്നത്തിൽ ആരൊക്കെ വന്നു സാറേ ഇതിനകത്തോടെ എങ്ങനെയാ പോകുന്നത് സാറേ? വീട്ടിലങ്ങ് പോകും. വണ്ടി എടുക്കണ സാറേ പോകത്തില്ല ഇത്. ഓ പോട്ടെ. എന്താ ഇതിന്റെ അകത്ത് വെള്ളം ഡ്രൈവറെ ചിന്തിക്കണം. വെള്ളം ചിന്തിക്കണം. ഡ്രൈവറെ വണ്ടി കണ്ടേ? സാറേ ഇനി ഇറങ്ങി നടക്കാം, വണ്ടി മുന്നോട്ട് പോകത്തില്ല. നടക്കാമോ? ആരെങ്കിലും ശരിയാവാ. ഒരിടത്ത് പോവാൻ വണ്ടി വിളിച്ചതല്ലേ. ഇനി ആകെ 3-4 കിലോമീറ്റർ കൂടിയേ ഉള്ളൂ. 3 കിലോമീറ്റർ ആയപ്പോ 2 കിലോമീറ്റർ എന്നല്ലേ പറഞ്ഞേ? സാറേ ഇത് ശരിയാവത്തില്ല. സൈലൻസറിൽ വെള്ളം കയറിയ എഞ്ചിന്റെ പണി പോകും. വെള്ളപ്പൊക്കത്തിൽ പോലും ഇറങ്ങാത്ത വണ്ടിയാ, എനിക്ക് പറ്റത്തില്ല. എന്താണ്? നിങ്ങൾ വേണമെങ്കിൽ ഒരു ജീപ്പ് പിടിച്ച് വെക്കോ, അല്ലെങ്കിൽ നടക്കാണെങ്കിൽ ഞാനും കൂടെ നടക്കാം. അതെന്ത് വർത്താനാടാ? ഇനി ഞാൻ പറയുന്നിടത്ത് ഈ വണ്ടി നിർത്തൂ. സാറേ ഉടക്കാനാണ് ഭാവമെങ്കിൽ ഞാനും ഉടക്കും. ഞാനും ഉടക്കും. ക്ഷമയ്ക്ക് ഒരു അതിരുണ്ട്. ഇത് ശരിയാവില്ല. ഇതൊന്നും വെച്ച് നീ ആരെയാണ് പേടിപ്പിക്കുന്നത്? പോലീസാണ്. ജോർജ് സാറേ, ഓ സാറേ സാറിനറിയാലോ. എടാ ബെൻസേ, നമ്മുടെ സുധീഷിന്റെ പെങ്ങടെ കല്യാണമല്ലേ നടന്നത്? അച്ഛൻ, അമ്മ, വല്യമ്മ പാവങ്ങളാണ്. ഇവൻ ഈ ജോലി കിട്ടിയപ്പോഴാണ് ആ കുടുംബം തന്നെ ഒന്ന് നിവർന്നു നിന്നത്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നല്ലോ ഈ കല്യാണം അവർക്കൊക്കെ എത്ര വലുതാണ്. അല്ലേടാ സുധീഷൻ? നമ്മൾ അവിടെ ചെന്ന സമയം തൊട്ടേ ഈ സുധീഷിന് കുറെ കോളും വിളിയും അന്വേഷിച്ച് ചെന്നപ്പോഴാണ് ഈ പെങ്കൊച്ചിനെ ഒരു അഫയർ ഒരു ചെറുക്കനുമായിട്ട്
പഠിക്കുന്ന കാലം തൊട്ടുള്ളതാണെന്നാണ് പറയുന്നത്. എന്തായാലും ഇപ്പൊ കല്യാണമൊക്കെ ആയി വന്നപ്പോഴത്തേക്കും അവൻ കുടുംബത്ത് കയറി വന്ന് ഭീഷണി കല്യാണം മുടക്കുവന്ന്. നമ്മളൊക്കെ ഇവിടെ ആണുങ്ങളായിട്ട് ഞെളിഞ്ഞ് നിവർന്ന് നിൽക്കുമ്പോഴാണ് അവന്റെ കുന്തളിപ്പ്. കല്യാണ വീട്ടിൽ നിന്ന് സംസാരിച്ച് അവനെ ഞങ്ങള് മറ്റേ റബ്ബർ ഷോപ്പിലോട്ട് കയറ്റി. ചെറുക്കൻ കുറച്ച് വേളവന. അവന്റെ കയ്യില് ഈ പെങ്കൊച്ചിന്റെ കുറച്ച് 1-2 തുണ്ട് പണങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ഞാൻ അവനെ പിടിച്ച് 1-2 പോലീസ് മുറയിൽ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്കാണ് ഈ സുധീഷന്റെ അച്ഛൻ വന്ന് ഒരു കയ്യബദ്ധം കളഞ്ഞു. നമ്മുടെ മുന്നിൽ വന്ന് ഈ സുധീഷ് അച്ഛന് വേണ്ടി സഹായം ചെയ്യണമെന്ന് കെഞ്ചിയ നമ്മള് ചെയ്തു കൊടുക്കണ്ടേ? പോലീസുകാരനല്ലേടാ, പോലീസുകാരന്റെ കൂടെ നിൽക്കട്ടെ. നിന്നെ അറിയിക്കാതെ ചെയ്യണമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ നീ അറിയും, ഈ വണ്ടി നിന്നെ അറിയിക്കും. ഞങ്ങളുടെ കൂടെ നിന്നാ മതി. ഒന്ന് കണ്ണടച്ചാ മതിയടാ. ഈ വണ്ടിയുടെ ഡിക്കിയില് ആ കഴിവേറുള്ള ശവമുണ്ട്. தங்கச்சி லவ் பண்ணாங்க சுரேஷன். ഞാൻ ഒന്ന് പറയട്ടടാ, ഒരു സഹായം. എടഞ്ഞ ഇപ്പൊ ഈ കാട്ടിൽ ഒരു ശവം കൊടുക്കുന്നു. ഇത് ഞങ്ങൾ ഇന്നും ഇന്നലെ തുടങ്ങിയ പരിപാടിയല്ല ബെൻസേ. നിന്നെയും കൊല്ലും. അന്നേറാ നോക്കി പിടിക്കടാ. லவ் பண்ண பர்த்டே அந்த படியாங்க பிள்ளைங்க அதே கல்யாணம் அந்த பர்த்டேக்கு அதான் போய்க்கணும். கூட காய்ச்சாலும்
ஆறு ஆறு வீட்டில் കാറിൽ പരിപാടി ആട്ടിനകത്തും ഇവരെ തന്നെ കണ്ടിട്ടുണ്ട് കേസ് ഉണ്ടാവുന്ന 여하튼 뭔가 아니 뭐 그냥 밀면 뭐 gas ini bukan gas lagi tiga namanya gas ini tiga namanya Then the whole thing is gas. Indah, orang mana? Kodaru, ini lagi, mana yang itu? Ya, mana itu? இப்போ பார்த்தீங்கன்னா இடைவேளையோட இந்த கட்டத்தை முடிச்சிருக்கோம் என்றால் எங்களுக்கு பெரிய இதாக போகிறாங்க நிறைய நேரம் போட்டால் கொப்பரேட் பிரச்சனையும் வருது அதெல்லாம் நாங்கள் பிரித்து முதல் வந்து ஸ்டேட் தான் எடுத்தது பார்ட் 1 நீங்கள் பார்த்துருப்பீங்க 4 பாட்டாக போட்டுருவோம் ஏனென்றால் கொப்பரேட் இஷ்யூ நிறைய வராதால நாங்கள் வந்து சின்ன போடுறதால இவ்வளோ காலம் இண்டோட முடிச்சுக்கிறோம் இதுக்கு அடுத்த பாட்டை அடுத்த வீடியோவில் சந்திப்போம் இந்த வீடியோ பிடிச்சிருந்தா முக்கியமா சொல்லணும் ஜோச்சர் அந்த டிரான்ஸ்ஃபார்மேஷன் அம்மா நாங்களா ஸ்வீட்டா சிரிச்சுக்கணும் அவரால் தான் நல்லவர் நினைச்சோம் பெண்ணி தான் வெளில அவரால் நல்லவர் நினைச்சேன் அவர் பார்த்தா கொடூரமானவர் அப்படி ஒரு முகத்திலேயே ஒரு இது எரிச்சல் ஓட்டுது அதை பார்க்கணும் சிரிக்கும் போது அதே மாதிரி குணத்தை அவட்ட என்ன சொல்றது அவட்ட கல்யாணத்துல அவட்ட சுதேஷ் அவட்ட தங்கச்சியோ என்ன தங்கச்சியோட அவர்தான் போட்டோ வச்சு லவ் பண்ணால வேற அந்த போலீஸ் தட்டியா செத்துப்பான் செத்த பணத்தை இப்ப இவன் டிக்கிலாம் வச்சு கொண்டு இவரை தெரியாம அதான் அதுக்கிட்ட தெரியாம அவரை ஓடிக்கொண்டு வந்திருக்கிறேன் பாப்போம் இனி என்ன நடக்க போதோ இனி பிடிஞ்சிட்டு இந்த காலம் போட்டாங்க இன்னும் கருமாத்தி அப்புறம் அடுத்த வாட்டில் வந்து நாங்கள் ஃபுல்லாக கவர் பண்ணுறதா ட்ரை பண்ணுறோம் இந்த வீடியோ பிடிச்சிருந்தேன் லைக் பண்ணி ஷேர் பண்ணி மறக்காம நம்மளோட சேனலை சப்ஸ்கிரைப் பண்ணுங்க நன்றி வணக்கம்